നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ അമ്മയെ കുറിച്ച് മിണ്ടിയാലുണ്ടല്ലോ. അതിന് ഞാൻ അംബിക മാഡത്തെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഉള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ദീപകെ മതി. ഇപ്പൊ തന്നെ നീ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വർമ്മ സാറിന്റെ മനസ്സില് നിന്നോടുണ്ടായിരുന്ന വിശ്വാസവും മതിപ്പും ഒക്കെ നീ തന്നെ ഇല്ലാണ്ടാക്കി. മതി ദീപകെ. നമുക്ക് രണ്ടാൾക്കും ഏകദേശം ഒരേ പ്രായ. എന്നാലും വർമ്മ സാറിന്റെ സഹോദരിയുടെ മകനെന്ന് പറഞ്ഞ എനിക്ക് എന്റെ ചേട്ടന്റെ സ്ഥാനമാണ്. എനിക്കങ്ങനെ കൂടപ്പുറപ്പായിട്ട് ഒരു ചേട്ടനില്ല. ആ സ്ഥാനത്ത് ദീപകിനെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ അത് സോൾവ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച ദീപകിന്റെ സ്വഭാവമൊക്കെ മാറി ദീപക് വളരെ നല്ലൊരാളാവൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ പ്ലീസ്, ഞാൻ പറയുന്നത് ദീപകിന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ മനസ്സിലായി. ശ്രീവിലാസത്തി അംബിക വർമ്മയുടെ മകനായ ഞാൻ ഏതോ തെരുവിൽ ജനിച്ച് വളർന്ന നിന്നെ അനിയനെ പോലെ കാണണം. എടാ 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 തെരുവ് തണ്ടി. ഇതിപ്പോ കാലം കുറച്ച് പിന്നിലേക്കായിരുന്നെങ്കിൽ ഈ വീടിന്റെ പടിക്ക് കയറാനുള്ള യോഗ്യത പോലും നിനക്കുണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? എടാ, സംസാരിക്കുമ്പോഴേ ആളും തരവും നോക്കി സംസാരിക്കണം. എന്റെ അമ്മാവനെ പോലെ ഒരു മണ്ടനാണ് ഞാനെന്ന് നീ വിചാരിച്ചെങ്കിലേ നിനക്ക് തെറ്റി. എന്നെ വളർത്തിയതേ പ്രതാപവർമ്മയല്ല, അംബിക വർമ്മയാ. നിന്നെ പോലെ ഉള്ളവന്മാരുടെ നുണയിലും സെന്റിമെന്റ്സിലും അഭിനയത്തിലൊന്നും ഞാൻ വീടിലടാ. നീയൊക്കെ പുകഴ്ത്തി പാടി പൊന്നും പണവും വാങ്ങിച്ച് പറ്റിച്ചോണ്ടിരിക്കുന്ന പഴഞ്ചൻ തമ്പുരാക്കന്മാരിൽപ്പെട്ട ആളല്ല ദീപക്. അതായിരിക്കും ഋതിക മാഡത്തിന്റെ കഴുത്തി കിടക്കുന്ന താലി പൊട്ടിക്കാൻ മഹാനായ ദീപക് കൂലിക്ക് ആളെ വിട്ടത്. അതും അംബിക മാഡത്തിന്റെ വളർത്ത മഹാത്മ്യമാണെങ്കിൽ. മാല പൊട്ടിക്കാൻ വന്നവനും പൊട്ടിക്കാൻ അവനെ ഏൽപ്പിച്ചവനും. ഇന്നത്തെ കാലത്തെ നിയമം അനുസരിച്ചാണെങ്കിൽ സെൻട്രൽ ജയിലിൽ പോയി കിടക്കണം. അവളുടെ കഴുത്തിലെ താലി കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതിന്റെ പിന്നിലും നിന്റെ ബുദ്ധിയായിരിക്കും. അതെ, അങ്ങനെ ഋതിക മാഡത്തെ ഉപദ്രവിച്ച് എന്റെ മുന്നിൽ കൂടി ഒരുത്തൻ ആ പണി ചെയ്യുമ്പോഴേ അവനെയും അത് ചെയ്യിപ്പിച്ച നിന്നെയും അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ ഒക്കില്ലല്ലോ. ഋതികയെ ഇനി അങ്ങനെ വിട്ടാ പറ്റില്ല. നല്ലൊരു പണി തന്നെ കൊടുക്കണം. ഇനി കൊടുക്കുന്ന പണിയിൽ നിന്ന് അവൾ ഊരി പോകരുത്. എന്ത് ചെയ്യും? ആ, ഇത് പൊളിക്കും. ഈ ഐഡിയ വർക്കൗട്ടായ അവളുടെ കട്ടയും പടവും മടങ്ങും. അംബിക മേഡത്തിന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്തായിരുമേ? എന്തായി മേഡം? മകന്റെ താലിപൊട്ടിക്കൽ പ്ലാനൊക്കെ ആടെ പടലം ചീറ്റിപ്പോയല്ലേ? ഞാൻ അറിഞ്ഞു. സത്യത്തിലേ അതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? ആവശ്യമുള്ളതേത് ആവശ്യമില്ലാത്തതേതെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ല, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? രാത്രിയിൽ നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ദേഷ്യപ്പെടാതെ അംബിക മേഡം. ഞാൻ നിങ്ങളോടൊരു ഐഡിയ പറയാൻ വേണ്ടി വിളിച്ചതാ. ഇവിടെ ഉള്ള ഐഡിയകളെല്ലാം പൊട്ടിച്ചീറ്റി തകർന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാ നിന്റെ ഒരു ഐഡിയ. എന്റെ രമ്യെ, ഇപ്പൊ തൽക്കാലം ഞാൻ ഐഡിയകളൊന്നും എടുക്കുന്നില്ല. എടുക്കുമ്പോ ഞാൻ പറയാം, അന്നേരം തന്നാ മതി. നിങ്ങള് ഞാൻ പറയുന്നത് കേക്ക്. ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ, പറ. ഈ ഐഡിയ കൊള്ളാലോ. കൊള്ളാല്ലേ?
അപ്പോഴേ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാ രാജുവിന്റെ വീട്ടിലെ ഒരു ഭൂകമ്പം ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ അതിന്റെ ഗുണം ആർക്കാ? എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും കൂടിയാ. ശരി, അങ്ങനെ ചെയ്യാം. ആ, അപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ രമ്യേ. ഈ ഐഡിയ കൊള്ളാം. എന്തു മാറാൻ, നീ പഴയതുപോലെ തന്നെ ഇരിക്കുന്നത്. അതെ മീശ, അതെ താടി, അതെ മുടി. എടാ മണ്ട, അതല്ല പിന്നെ ഞാൻ ചോദിക്കുന്നതേ, എന്റെ ജീവിതം കുറെ മാറിപ്പോയില്ലേന്ന്. നിന്റെ ജീവിതം മാറിയെന്ന? ആ. എനിക്ക് തോന്നുന്നില്ല. അതേ ബ്രാൻഡ്, അതേ ടച്ചിങ്സ്. നിന്നോട് പറയാമെന്ന് എന്നെ വേണം തല്ലേ. ഇല്ല, നീ പറ. എടാ ഞാൻ നല്ലവനായില്ലേ? പഴയതുപോലെ സമ്പാദിക്കുന്ന കാശൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരാളല്ല ഞാനിപ്പോ. ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ക്യാഷ് ചെലവാക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞാൻ ക്യാഷ് നീക്കി വെക്കാൻ തുടങ്ങി. എന്റെ കുഞ്ഞിന്റെ പഠിത്തത്തിന് വേണ്ടി ക്യാഷ് നീക്കി വെക്കുന്നുണ്ട്. എന്തൊക്കെ നീക്കി വെച്ചാലും കള്ളു കുടിക്കാൻ വേണ്ടി നീ ചെലവാക്കുന്നത് ശരിയല്ല. ബെസ്റ്റ്. ഞാൻ മേടിച്ചെന്ന കള്ളം കുടിച്ച് എന്നെ ഉപദേശിക്കാൻ വരുന്നു. എടാ, ഇത് നമ്മുടെ വല്ലപ്പോഴുള്ള കൂടലല്ലേ, ഇതുമായിട്ട് കണക്ട് ചെയ്യണ്ട. എന്തായാലും എനിക്കിപ്പോ ഒരു സമാധാനമുണ്ട്.